ഇത് തമിഴ്നാട്ടിലെ വിജയുടെ പാർട്ടിയിലെ ഒരു MLA ആയിട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു മുസ്ലിം സ്ത്രീയാണ്. ഇവരുടെ കാര്യം പറഞ്ഞാൽ ഇവരുടെ ആസ്തി വെറും 33,000 രൂപയാണ്. ഒരു സാധാരണക്കാരിയാണ്. വിദ്യാഭ്യാസം ഏതാണ്ട് SSLC 10ാം ക്ലാസ് പാസ്സായിട്ടില്ല അവർ. പക്ഷേ വിജയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവർ. വിജയോട് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയെ ഇവർക്ക് വലിയ ഒരു സഹോദരനെ പോലെ, ഒരു രക്ഷകനെ പോലെ വലിയ ഇഷ്ടമുള്ളൊരു സ്ത്രീയായിരുന്നു. അങ്ങനെ വിജയ് ഇവരെ തിരഞ്ഞെടുത്തു MLA ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എതിർ സ്ഥാനാർത്ഥി DMKയിലെ കോടാനുകൂടി ആസ്തിയുള്ള ഒരാളായിരുന്നു. പക്ഷേ ഇവർ ഓരോ വീടുകൾ കയറി ഫിസിൽ ഊതിയിട്ട് നമുക്ക് മാറ്റം വേണം, ഒരു വിസിലുണ്ട് ഇവർക്ക്, വിസിൽ പോട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ വിസിൽ പോടിയിട്ട് ഇവർ നമുക്ക് മാറ്റം വേണ്ടേ എന്നൊക്കെ ജനങ്ങളോട് ചോദിച്ചു ഓരോ വീടുകൾ കയറി ഇറങ്ങി കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. വിജയോടുള്ള സ്നേഹം കൊണ്ട് ആളുകൾ ഒന്നും നോക്കിയില്ല, ഇവരെ വിജയിപ്പിച്ചു. ഇപ്പോൾ വിജയിപ്പിച്ചു. ഇവരിപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു രംഗമാണ് നമ്മളീ കാണുന്നത്. ഈ സ്ത്രീയുടെ പേര് താഹിറ എന്നാണ്. ஒருமைப்பாட்டையும் நிலைநிறுத்துவேன் என்றும் நான் மேற்கொள்ள இருக்கும் கடமையை நேர்மையாடவும் நிறைவேற்றுவேன் என்று ഉലമാക ഉറുതിയളിக்கிறேன். ഇങ്ങനെ ഒരുപാട് ആളുകൾ സ്ഥാനാർത്ഥികളായിട്ട് വിജയിച്ച് കയറിയിട്ടുണ്ട്. മുമ്പ് കോടികളോ ലക്ഷങ്ങളോ കൊടുത്ത ആളുകൾക്കാണ് സ്ഥാനാർത്ഥി പട്ടികയിൽ പോലും ഇടം പിടിച്ചിരുന്നത്. അങ്ങനെയുള്ളൊരു കീഴ്വഴക്കമുള്ള തമിഴ്നാട്ടിലാണ് വിജയ് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവന്നത്. അപ്പോൾ അത് അധികാരം ഏറ്റ ഉടനെ തന്നെ ഒരുപാട് എന്താ പറയുക, നിയമപരമല്ലാത്ത മദ്യശാലകൾ പൂട്ടാനുള്ള ഒരു ഓർഡർ വിജയ് കൊടുത്തിരുന്നു. കേരളത്തിന് അപകടം വരുത്തുന്ന ഒരു, അല്ലെങ്കിൽ നമുക്ക് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു തീരുമാനം വിജയ് ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയുണ്ട്. കാരണം ഇയാളൊരു വാക്ക് കൊടുത്തിരുന്നു കൃഷിക്കാർക്ക്. അതായത് ഈ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് 152 അടി നിലനിർത്തുമെന്ന്. അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ അത് കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ അത്രയും മർദ്ദം വന്നു കഴിഞ്ഞാൽ ഈ അണക്കെട്ടിന് ദോഷം സംഭവിക്കും. അത് 132 അടിയിൽ നിജപ്പെടുത്തിയിരിക്കുകയായിരുന്നു. അത് എങ്ങനെ വരും എന്ന് നമ്മുടെ ഗവൺമെൻറ് ആലോചിച്ചിട്ട് വേണം, വിജയ് ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം അത് ഇദ്ദേഹം ജനങ്ങൾക്ക് വാക്കുകൊടുത്ത ഒരു കാര്യം നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് കേരള ജനതയ്ക്ക് ദോഷമുണ്ടാക്കും. ആ ജനം മുഴുവനും ത്വാഹിറയെ വിശ്വസിക്കുന്നു. അവരെ വോട്ട് ചെയ്തുകൊണ്ട് ജനപ്രതിനിധിയാക്കി മാറ്റുന്നു. വളരെ അഭിമാനത്തോടു കൂടിയിട്ട് അവർ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. എന്തായാലും ഒരു മികച്ച MLA ആവാൻ ത്വാഹിറയ്ക്ക് കഴിയട്ടെ എന്നുള്ളതാണ് എൻ്റെ ആശംസ.